റംളാനിൻ പുണ്യദിനങ്ങൾ നമ്മെ തഴുകുന്നു. റബ്ബിൻ ഗുണമേറും മാസം മിന്നി മറയുന്നു. ഇരവും പകലും നാം ഒന്നായി നിന്നെ വാഴ്ത്തുന്നു. ഇരു കൈയും നീട്ടിക്കൊണ്ടിത നിന്നോടോതുന്നു. റംളാനിൻ പുണ്യദിനങ്ങൾ നമ്മെ തഴുകുന്നു. റബ്ബിൻ ഗുണമേറും മാസം മിന്നി മറയുന്നു. ഇരവും പകലും നാം ഒന്നായി നിന്നെ വാഴ്ത്തുന്നു. ഇരു കൈയും നീട്ടിക്കൊണ്ടിത നിന്നോടോതുന്നു. മാസങ്ങളിലേറ്റവും ശ്രേഷ്ഠം റംളാൻ മാസമിതാ. മാലോകർക്കെല്ലാം നന്മകൾ ചൊരിയും സുദിനമിതാ. മാസങ്ങളിലേറ്റവും ശ്രേഷ്ഠം റംളാൻ മാസമിതാ. മാലോകർക്കെല്ലാം നന്മകൾ ചൊരിയും സുദിനമിതാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. اذهب أنت وأخوك بآياتي ولا تنيا في ذكري. اذهبا إلى فرعون إنه طغى فقولا له قولا لينا لعله يتذكر أو يخشى. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരമാവധി ജീവിതത്തിൽ സൂക്ഷിച്ചും പാലിച്ചും അല്ലാഹുവിൻ്റെ തൃപ്തിയും ഇഷ്ടവും ലഭിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരമാവധി പരിശ്രമിക്കുക, ധാരാളമായി പ്രാർത്ഥിക്കുക, ആഗ്രഹിക്കുക. അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മനുഷ്യരെന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന തെറ്റുകളും ആ തെറ്റുകളോട് നാം സ്വീകരിക്കേണ്ട സമീപനവും നമ്മുടെ സഹജീവികൾക്ക്, സഹോദരങ്ങൾക്ക് പറ്റുന്ന അബദ്ധങ്ങളും ആ അബദ്ധങ്ങളോട് ഒരു മുസ്ലിം എന്ന നിലക്ക് നാം സ്വീകരിക്കേണ്ട രീതികളുമാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയത്, വിവരിച്ചത്. പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെയും സലഫുസ് സാലിഹീങ്ങളുടെ ജീവിതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കിയതനുസരിച്ച് അല്ലാഹു മറച്ചുവെച്ച തെറ്റുകൾ നമ്മുടെ വ്യക്തി ജീവിതത്തിലാണെങ്കിൽ പോലും അവ നാം പുറത്തെടുക്കരുത്. മറ്റുള്ളവരുടെ തെറ്റുകൾ പരമാവധി മറച്ചുവെക്കാനാണ് നാം പരിശ്രമിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കി. ഈ വിഷയത്തിൽ ഇനി നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാവരുടെ തെറ്റുകളും നാം ഇങ്ങനെ മറച്ചു വെക്കണമോ? മറച്ചു വെക്കേണ്ടതില്ലാത്ത തെറ്റുകളുണ്ടോ? ആരുടെയെങ്കിലും തെറ്റുകൾ എവിടെയെങ്കിലും എനിക്ക് പരാമർശിക്കാനോ പറയാനോ മുസ്ലിം എന്ന നിലക്ക് അവകാശമുണ്ടോ, അധികാരമുണ്ടോ? ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നാം ഇനി മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം. അടിസ്ഥാനപരമായി
മുസ്ലിമീങ്ങളെന്ന നിലക്ക് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് സ്നേഹവും സൗമ്യതയും ബഹുമാനവും ആദരവുമായിരിക്കണം. അബൂ ഖുലാബ റളിയല്ലാഹു അൻഹു, അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം വിശദീകരിക്കുന്നത് നാം ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിൽ രേഖപ്പെടുത്തുന്നു. അന്ന അബൂദർദാഇ മർറ അലാ റജുലിൻ ഖദ് അസാബ ദംബൻ വകാനൂ യസുബ്ബൂനഹു. അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ്റെ അടുത്ത് കൂടെ നടന്നുപോയി. ആ മനുഷ്യനൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആളുകൾ മുഴുവൻ, നാട്ടുകാർ മുഴുവൻ അദ്ദേഹത്തെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിലൂടെയാണ് അബൂദർദാ റളിയല്ലാഹു അൻഹു നടന്നു പോകുന്നത്. അദ്ദേഹം ആ നാട്ടുകാരോട് ചോദിച്ചു, അറഅയ്തും ലൗ വജദ്തുമൂഹു ഫീ ഖലീബിൻ അലം തകൂനൂ തസ്തഖ്രിജൂനഹു. സുഹൃത്തുക്കളെ, ഈ മനുഷ്യൻ ഒരു വലിയ പടുകുഴിയിൽ വീണു എന്ന് വിചാരിക്കുക. എന്നാൽ നിങ്ങൾ അദ്ദേഹത്തെ പടുകുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ സഹായിക്കുകയില്ലേ? അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരാനായിരിക്കുകയല്ലേ നിങ്ങൾ ശ്രമിക്കുക? ഈ ആളുകൾ ഒന്നിച്ചു പറഞ്ഞു, ബല, അതെ, ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ശ്രമിക്കുക. ഖാല, അബൂദർദാ റളിയല്ലാഹു അൻഹു, ശരി, അങ്ങനെയാണെങ്കിൽ ഫലാ തസുബ്ബു അഖാക്കും, നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ ചീത്ത പറയരുത്. വഹ്മദുല്ലാഹ് അല്ലദീ ആഫാക്കും, ഇത്തരം ഒരവസ്ഥയിലേക്ക് എത്താതെ ആഫിയത്ത് നൽകിയ അള്ളാഹുവിനെ നിങ്ങൾ സ്തുതിക്കുകയും ചെയ്യണം. അഥവാ ഒരു പടുകുഴിയിൽ വീണ മനുഷ്യൻ്റെ പ്രതീതിയാണ് ഒരു തെറ്റിലകപ്പെട്ട ആളെക്കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അവനാണ് മുസ്ലിം. പടുകുഴിയിൽ വീണവനെ നമ്മൾ എന്ത് ചെയ്യണം? ആ കുഴിയിലിട്ട് എറിഞ്ഞു കൊല്ലണോ? ആരും ചെയ്യൂലല്ലോ. എല്ലാവരും ശ്രമിക്കുക, എങ്ങനെങ്കിലും അയാൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടുത്തണം. ഒരു മുസ്ലിമിൻ്റെ മനസ്സ് അതായിരിക്കണം. എന്ന് മാത്രമല്ല, ആ പടുകുഴിയിൽ, തെറ്റുകളാകുന്ന പടുകുഴിയിൽ വീണ മനുഷ്യന്മാരെ കാണുമ്പോൾ ഒരു 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 മുസ്ലിമിനുണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവം അബൂദർദാ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു. യഹ്മദുല്ലാഹ് അല്ലദീ ആഫാക്കും, അത്തരം ഒരു അബദ്ധത്തിൽ പെടാതെ, അത്തരം ഒരു കുഴിയിൽ ചാടാതെ അള്ളാഹു ആഫിയത്ത് നൽകിയതിന് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അൽഹംദുലില്ലാഹ്, ഞാനതിൽ പെട്ടില്ലല്ലോ, ഞാൻ ആ വിദേഹത്തിൻ്റെ ആളായില്ലല്ലോ, ഞാൻ ആ ശിർക്ക് ചെയ്യുന്ന ആളായില്ലല്ലോ, അൽഹംദുലില്ലാഹ്, അള്ളാഹ് എന്നെ കാത്തല്ലോ, എന്തൊരു വലിയ കുഴിയാണത് എന്ന് നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാനും ആവണം. ഖാലു, അപ്പോൾ ഈ നാട്ടുകാർ ചോദിച്ചു, അഫലാ നബ്ഗളുഹു, അവനെ ഞങ്ങൾക്ക് വെറുത്തുകൂടെ? ഇയാൾ തെറ്റ് ചെയ്ത ആളാണല്ലോ, അപ്പം അയാൾ വെറുത്തുകൂടെ? ഖാല, അബൂദർദാ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഇന്നമാ അബ്ഗളു അമലുഹു ഫഇദാ തറക ഫഹുവ അഖി. ഞാനാണെങ്കിൽ, അബൂദർദാ പറയുന്നു, ഞാനാണെങ്കിൽ അബ്ഗളു അമലുഹു, അവൻ ചെയ്ത ആ തെറ്റിനെ, ആ പ്രവർത്തനത്തെ ഞാൻ വെറുക്കും. ഫഇദാ തറക, ആ തെറ്റ് അവൻ ഉപേക്ഷിച്ചാൽ ഫഹുവ അഖി, അവൻ എൻ്റെ സഹോദരനാണ്. അതാണ് ഞാൻ. അബൂദർദാ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, സഹാബികളുടെ ജീവിതമാണ് ഇത്. അബ്ഗളു അമലുഹു, ഒരാൾ തെറ്റ് ചെയ്താൽ ആ വ്യക്തിയെ വെറുക്കാൻ നമുക്ക് അവകാശമില്ല, അധികാരമില്ല. വ്യക്തി എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സ്വത്താണ്. നമുക്ക് ചീത്ത പറയാനോ നമുക്ക് കുത്താനോ ഒന്നും നമുക്ക് പാടില്ല. അൽ മുസ്ലിമു അഹുൽ മുസ്ലിം, ഹദീസ് നിങ്ങൾക്ക് അറിയാനുണ്ട്, ബാക്കി നമ്മൾ നേരത്തെ കേൾപ്പിച്ചു. ഒരു മുസ്ലിമിൻ്റെ അഹാണ്. അവനെ തോണ്ടിക്കൂടാ, അവൻ്റെ രക്തം അവനെ കുത്താൻ പറ്റൂല, തോണ്ടാൻ പറ്റൂല, അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചുകൂടാ, ഒന്നും ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അത് അള്ളാൻ്റെതാ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്വത്താ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മുടേതല്ല. അള്ളാഹുവാണ് അതിൻ്റെ നിർമ്മാതാവ്. അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പാടില്ല. ഫഇദാ തറക ഫഹുവ അഖി, ആ തെറ്റവൻ ഉപേക്ഷിച്ചാൽ ഇവൻ എൻ്റെ അഖാണ്. അഖ് എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞല്ലോ, എന്താണ് അഖ് എന്നുള്ളത്. അതാണ്. ആലോചിച്ച് നോക്കൂ, ഇതാണ് ഒരു മുസ്ലിമിന്
മറ്റുള്ളവർ തെറ്റിലകപ്പെട്ടാൽ എന്ത് തരം തെറ്റാകട്ടെ, എന്ത് തെറ്റാകട്ടെ, ഒരു മുസ്ലിമിൻ്റെ സമീപനം ഇതായിരിക്കും. അവിടെയാണ് മുസ്ലിമിൻ്റെ പ്രത്യേകത കാണുന്നത്. മുസ്ലിമിനോടാണെങ്കിലും മുസ്ലിം അല്ലാത്തവനോടാണെങ്കിൽ പോലും ഇതാണ് സമീപനം. ഇതിനപ്പുറത്തുള്ള ഒരു സമീപനത്തിന് നമുക്ക് മാതൃകയില്ല. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ അനുഭവം സൂറത്തു ആൽ ഇമ്രാനിൽ വിശദീകരിക്കുന്നു. നമ്മൾ സാധാരണ കേൾക്കാറുള്ള ആയത്താണ്. 159-ാമത്തെ വചനം. മുസ്ലിങ്ങളോട് എങ്ങനെയായിരിക്കണം നമ്മുടെ സമീപനം? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീലൽ ഖൽബി ലൻഫദ്ദൂ മിൻ ഹൗലിക ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും വശാവിർഹും ഫിൽ അംർ ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹ് പറയാണ്, നബിയെ, താങ്കൾ അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട്, അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായി കരുണ നിങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് അവരോട് നിങ്ങൾ സൗമ്യമായി പെരുമാറി. അവർ എന്ന് പറഞ്ഞാൽ സഹാബത്താണ്, മുസ്ലിമീങ്ങളാണ്. സൗമ്യമായി പെരുമാറി. സൗമ്യത കൈവിടാവുന്ന ഒരുപാട് അനുഭവം ഉഹദ് യുദ്ധമടക്കമുള്ള രണാങ്കണത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനുണ്ടായല്ലോ. ആ പരിസരത്ത്, ആ സാഹചര്യത്തിൽ വെച്ചാണ് ഈ ആയത്ത് അവതരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഉഹദ് യുദ്ധം അള്ളാഹുവിൻ്റെ റസൂലിന് വല്ലാത്ത പ്രയാസമുണ്ടാക്കിയ യുദ്ധമാണ്. സൗമ്യത കൈവിടാനുള്ള എല്ലാ അവസരവും ഉണ്ടായി. പക്ഷേ ഖുർആൻ പറഞ്ഞു, വലൗ കുൻത ഫളൻ ഗലീലൽ ഖൽബി ലംഫദ്ദൂ മിൻ ഹൗലിക്. നബിയെ, താങ്കൾ ഒരു പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ, കഠിന ഹൃദയനായിരുന്നുവെങ്കിൽ, ലൻഫദ്ദൂ മിൻ ഹൗലിക്, നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോകുമായിരുന്നു. നബി ആ 50 ആളുകളെ അങ്ങോട്ട് താഴത്തേക്ക് ഇറക്കി. എന്നിട്ട് ഇസ്ലാമിക നിയമമനുസരിച്ച് യുദ്ധരണാങ്കണത്തിൽ നിന്ന് വിരണ്ടോടിയവൻ സബുഉൽ മൂബിഖാത്ത് 7 മഹാപാപങ്ങളിൽപ്പെട്ട ഒന്നാണ് വത്തവല്ലി യൗമസ് സഹ്ഫ്. യുദ്ധരണാങ്കണത്തിൽ നിന്ന് വരണ്ടോടുക എന്ന്. നബി അവരെ മുഴുവൻ കശാപ്പ് ചെയ്തു എന്ന് വെക്കുക. നബിക്ക് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു. അങ്ങനെ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഒരു സ്ഥലത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിക്കുകളോട് കാണിച്ച രീതി പരിശുദ്ധ ഖുർആൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുമല്ലോ. ഒരാളെ മുനാഫിക്ക് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല നബി തിരുമേനി. ആ മുനാഫിക്കാണെന്ന് വളരെ കൃത്യമായി പടച്ച റബ്ബ് വഹ്യ് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തിട്ട് പോലും സമൂഹത്തിൽ അവരെ ഒന്ന് വേറിട്ട് നിർത്തി, വേറെയാക്കി നിർത്തി ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു അനുഭവം റസൂലുള്ളാഹിന്റെ ജീവിതത്തിലില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യണം എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും മുസ്ലിം സമുദായത്തെയും വഞ്ചനക്ക് വിധേയമാക്കാൻ മാത്രം കാരണമുള്ള മോശമായ പ്രവർത്തനം ചെയ്ത സമൂഹത്തോട് ഫഅഫു അൻഹും, നബിയെ, അങ്ങവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണം. മുസ്ലിം മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾ എവിടെ നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു, ഒരാളോട് സാമ്പത്തികമായ തെറ്റ് ചെയ്ത, പക്ഷേ ഇപ്പം എനിക്ക് ബോധ്യമായി തെറ്റാണ്. ഞാൻ ഒരുപാട് അനുഭവിച്ചു, 6 മാസം ജയിൽ ശിക്ഷ അനുഭവിച്ചു, ഞാനാകെ പാപ്പറായി, എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് പൂർണ്ണമായി തെറ്റാണെന്ന്. ഞാൻ ഇന്നലെ അയാളുടെ അടുത്ത് പോയി, അയാളോട് ഞാൻ റിക്വസ്റ്റ് നടത്തി, എനിക്ക് പുറത്തു തരണം, എനിക്ക് പറ്റിപ്പോയി, തെറ്റാണ്, ക്ഷമിക്കണം എന്നോട്. ഈ വ്യക്തി എന്നോട് പറയുന്നു, അയാൾ പറഞ്ഞു, ഒരിക്കലും ഞാൻ പുറത്തു തരൂല, ഒരിക്കലും ഞാൻ പുറത്തു തരൂല. പറയാൻ പാടുണ്ടോ മുസ്ലിമിന്? പറയാൻ പാടില്ലെന്ന് മാത്രമല്ല, മുസ്ലിം ആരായിരിക്കണം? ഫഅഫു അൻഹും. അതാണ് മുസ്ലിം അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മുസ്ലിം ചെയ്ത തെറ്റ് ആ മുസ്ലിം പുറത്തു തരണമെന്ന് അപേക്ഷിച്ചാൽ അത് പുറത്തു തരികയില്ല എന്ന് പറയുന്ന ധാർഷ്ട്യം നമുക്ക് എവിടുന്ന് വന്നതാ? ആയിഷ ബീവിയുടെ സംഭവത്തിൽ മിസ്തഹ് റളിയല്ലാഹു അൻഹുവിനോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വീകരിച്ച നയം പരിശുദ്ധ ഖുർആൻ മനോഹരമായി ചിത്രീകരിച്ചു തന്നില്ലേ?
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ചെലവ് കൊണ്ടാണ് മിസ്തഹ ജീവിച്ചിരുന്നത്. എല്ലാവർക്കും അറിയാം, നാട്ടുകാർക്കൊക്കെ അറിയാം. ഈ മിസ്തഹാണ് അബൂബക്കർ സിദ്ദീഖിന്റെ പൊന്നാര മകൾ ആയിഷ ബീവിയെ കുറിച്ച് അപവാദം പ്രചരിപ്പിച്ചത്. അബൂബക്കർ കട്ടായമായി പറഞ്ഞു, ഒരു നയാ പൈസ ഞാൻ കൊടുക്കൂല, എന്റെ മോളെ കുറിച്ച് തോന്നിയ ദിവസം പറഞ്ഞ ആൾക്ക് ഞാൻ കൊടുക്കൂല. വിടാൻ പറ്റുമോ? പരിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത്, പടച്ച റബ്ബും ഭൂലോകവുമായി ഹോട്ട്ലൈൻ ബന്ധമുള്ള കാലത്ത് മുസ്ലിം സൊസൈറ്റിക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി എന്ത്, സ്വഭാവം എന്ത് എന്ന് പഠിപ്പിക്കേണ്ട ബാധ്യത, അതിനുവേണ്ടിയ സൂറത്ത് ഈ ആയിഷ ബീവിയുടെ ഹദീസുൽ ഇഫ്ക് അപവാദ സംഭവം ഉണ്ടായത്. നിങ്ങൾ വിചാരിച്ചോ, റസൂലുള്ളാഹിന്റെ ഭാര്യനെ കുറിച്ച്, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട പ്രിയപ്പെട്ട ആയിഷ ബീവിയെ കുറിച്ച് നാടാകെ ഒരു തോന്നിയാസം പ്രചരിപ്പിക്കാണ്ടായ സംഭവം? ഒരിക്കലും അല്ല. മുസ്ലിം സമുദായം എവിടെ നിൽക്കണം എന്നാ പഠിപ്പിച്ച അല്ലേ? ഖുർആൻ ചോദിച്ചില്ലേ അബൂബക്കർ സിദ്ദീഖിനോട്, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, പുറത്തു കൊടുക്കൂലേ നിങ്ങൾ? ഇതുവരെ നൽകിയിരുന്ന ആനുകൂല്യമൊന്നും കൊടുക്കൂലേ? പറ്റൂല. കൊടുക്കണം, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം, പുറത്തു കൊടുക്കണം. അവർക്ക് നൽകിയിരുന്ന ആനുകൂല്യങ്ങൾ മുഴുവൻ പുനഃസ്ഥാപിക്കണം. എന്നിട്ട് ഖുർആൻ ചോദിച്ച ചോദ്യം, അലാ തുഹിബ്ബൂൻ, നിങ്ങൾക്ക് ഇഷ്ടമില്ലേ അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ? എന്തായിരിക്കും മറുപടി? നിങ്ങൾ ആലോചിച്ച് നോക്കി. അള്ളാഹ് പുറത്തു തരണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഇല്ലല്ലോ. നമ്മൾ ഈ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ആദ്യത്തിൽ പറഞ്ഞല്ലോ, നമ്മളൊക്കെ ചെയ്ത ചില തെറ്റുകൾ പടച്ചറബെങ്ങാനും സമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നാൽ ദീർഘാവസ്ഥ. അള്ളാഹ് മറച്ചു വെച്ചത് നമ്മളോടുള്ള കടുപ്പമുള്ള സ്നേഹം കൊണ്ടാണ്. കടുപ്പമുള്ള സ്നേഹം. ആ കടുപ്പമുള്ള സ്നേഹനിധിയായ നമ്മുടെ റബ്ബ് ചോദിക്കുന്നു, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, കൊടുക്കൂല. അപ്പൊ ചിലപ്പം അദ്ദേഹത്തിന് എന്നോട് പറയാനുള്ള ന്യായീകരണം ചിലപ്പോ അത്ര കടുപ്പമാണ് എന്നോട് ചെയ്ത്. ആയിക്കോട്ടെ, അതിനെന്താ? അത്ര കടുപ്പം, എത്ര കടുപ്പവും എത്ര പ്രയാസവും നിങ്ങൾ അനുഭവിച്ചോ, അതിനനുസരിച്ച് അള്ളാഹു നിങ്ങളുടെ ഗ്രേഡ് ഉയർത്തും, നിങ്ങൾക്ക് പുറത്തു കൊടുക്കാൻ സാധിച്ചാൽ. അതല്ലേ അള്ളാഹ് പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, മൻ തവാദഅ ലില്ലാഹ് റഫഅഹുല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ അള്ളാഹു അവൻ എന്ത് ചെയ്യും? ഉയർത്തും. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അതുകൊണ്ട് ഫഅഫു അൻഹും, നബിയോട് പറഞ്ഞു, നബിയെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക, സാരല്ല, പോരാ, വസ്തഗ്ഫിർ ലഹും, അവർ ചെയ്തത് തെറ്റാണ്, നബിയെ അവർക്ക് വേണ്ടി അങ്ങ് ഇസ്തിഗ്ഫാർ നടത്തുകയും വേണം. കഴുകിയാണ് കളിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്നോടൊരു തെറ്റ് ഒരാൾ ചെയ്തു, എന്നിട്ട് ഞാൻ അയാൾക്ക് പുറത്തു കൊടുത്താലും പോരാ, പടച്ചോനോട് ഞാൻ ദുആ ചെയ്യണം, എന്ത് പടച്ചോനെ ഇയാൾക്ക് പുറത്തു കൊടുക്കണം. അപ്പൊ എന്തായി എൻ്റെ മനസ്സ്? അതാണ് ഇസ്ലാം, അതാണ് മുസ്ലിം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് മാത്രോ ഇനി ഓലണ്ട് പറ്റ അരിക്കാക്കാൻ പറ്റുമോ? പറ്റൂല. വശാവിറുഹും ഫിൽ അംർ, ഓൽക്ക് തെറ്റുപറ്റിയ ടീമാണ്, ഓലെ നമ്മൾ ഒരു സൈഡാക്കാം. നമ്മളെ സൊസൈറ്റി പഠിപ്പിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇതൊക്കെയാണല്ലോ. ഖുർആൻ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ജീവിതത്തിലൂടെ പറഞ്ഞു, വശാവിറുഹും ഫിൽ അംർ, അവരങ്ങനെ അരിക്കാക്കാനൊന്നും പറ്റൂല. അവർക്ക് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തു, അവർക്ക് നീ പൊറുക്കലിനെ തേടി. ഇനി ഈ ദീനിന്റെ കാര്യത്തിൽ, സമൂഹത്തിന്റെ കാര്യത്തിൽ അവരുമായി മുഷാവറ നടത്തണം, ചർച്ച നടത്തണം. എല്ലാവരോടും ചോദിക്കണമാതിരി അവരോടും ചോദിക്കണം. ഇതാണ് നാം മനസ്സിലാക്കേണ്ട രീതി, മുസ്ലിമീങ്ങളോട് സ്വീകരിക്കേണ്ട രീതി. ഇത് ഒരു പുതിയ വിഷയമല്ല, ഇത് നമ്മൾ അറിയേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമായ വിഷയമാണ്. പഴയതാ, പക്ഷെ നമ്മൾ ജീവിതത്തിൽ നിന്ന് പോയി എന്നത്. കാരണം അത്ര കടുപ്പുള്ള വിഷാംശങ്ങളാണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണമാണ് നമ്മളെ പറ്റിച്ചത്. നമ്മൾ തിന്നുന്ന ഭക്ഷണം ഹലാലായതാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നമുക്ക് സോഫ്റ്റ്നെസ് തരും. സംഭവിച്ചത് നമ്മളെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് വിഷയം. അത് നമ്മൾ വേറെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യം. ഹലാലായ തീറ്റയാണ്, ഭക്ഷണമാണ് നമ്മുടേതെങ്കിൽ അള്ളാഹ് നമുക്ക് ഈ രൂപത്തിലുള്ള ഒരു അവസ്ഥ, മാനസികാവസ്ഥ നൽകും. എവിടുന്ന് ഉണ്ടായതാ? കടുംപിടുത്തവും വാശിയും ഏശനയും പരദൂഷണവും അസൂയയും വെറുപ്പും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കാനുള്ള മനസ്സൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കി. എവിടെയെങ്കിലും ഉണ്ടോ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജീവിതത്തിൽ, ചരിത്രത്തിൽ, സഹാബത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കോ? നിങ്ങൾക്കറിയില്ലേ, സഹാബികൾ തമ്മിൽ യുദ്ധമുണ്ടായില്ലേ സുഹൃത്തുക്കളെ? സഹാബികൾ തമ്മിൽ യുദ്ധം ഉണ്ടായില്ലേ? എന്നിട്ടോ ആ യുദ്ധത്തിൻ്റെ പിറ്റേ ദിവസം അവർ തമ്മിൽ സുഹൃത്തുക്കളാണ്, സ്നേഹിതന്മാരാണ്. അത് ശരി, അന്നങ്ങനെ സംഭവിച്ചു, അബദ്ധമാണ്. പിൽക്കാലത്ത് വന്ന സലഫുകൾ പോലും ഒരു കക്ഷിയായി ചേരരുത് ഈ വിഷയത്തിൽ എന്ന് ശക്തമായി പറഞ്ഞു. മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുവായ രൂപവും രീതിയും അതാണ്.
ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഒക്കെ പറഞ്ഞില്ലേ, അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു ആളുകൾ. ഇപ്പോഴുള്ള ഒരു പ്രശ്നം അതാണ്, ആൾക്കാർക്ക് എന്നെ ചോദിച്ചിട്ടുണ്ടാക്കണം, പ്രശ്നം ഉണ്ടാക്കണം. ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ്, സഹാബികൾക്കിടയിൽ യുദ്ധം ഉണ്ടായില്ലേ? യുദ്ധം ഉണ്ടായി. അലിയും ഉമറും രണ്ട് പക്ഷത്തായി നിന്നില്ലേ? നിന്നു. അവർ തമ്മിൽ യുദ്ധം ചെയ്തില്ലേ? ചെയ്തു. അപ്പം ആരുതാ ശരി, ആരുതാ തെറ്റ്? എന്തിനാ ചോദിക്കണത്? എന്തിനാ നിങ്ങൾക്ക് അറിയാലോ. അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും സമൂഹത്തിൽ മുഴങ്ങുകയാണ്. ഈ ചോദ്യം ചോദിക്കുന്നവന്റെ മുഴുവൻ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ്. എന്തായിരുന്നു ആ സമൂഹം ചോദിച്ചപ്പോൾ ഉണ്ടായത്? അതേ ലക്ഷ്യം. എന്നിട്ട് സമൂഹത്തിൽ ഭിന്നിപ്പും പ്രശ്നങ്ങളും ആവശ്യമില്ലാതെ ഉണ്ടാക്കുക അല്ലേ? ഉമർ ബിൻ അബ്ദുൽ അസീസ് മനോഹരമായി മറുപടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ മറുപടിയാണ് മുസ്ലിമീങ്ങൾക്ക് പറയാനുള്ള മറുപടി. അദ്ദേഹം പറഞ്ഞു, നഹ്നു നസൂനു അൽസിനതനാ മിനന്നാർ കമാ സാനു അൻഫുസഹും മിനന്നാർ. നമുക്ക് നമ്മുടെ നാവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാം, അവർ അവരുടെ ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ. എത്ര മനോഹരമാണ് ആ ഉത്തരം നോക്കി. നമുക്ക് നമ്മളെ നാവുകൊണ്ടത് പറഞ്ഞ് നമ്മൾ വെറുതെ എന്താക്കണ്ട, നരകത്ത് പോണ്ട, അതിന് നമ്മൾ മെനക്കെടണ്ട. ഏതുപോലെ അവരാരും എവിടെയല്ല? നരകത്തിലല്ല. സഹാബത്താണ്. അവർ നരകത്തിൽ പോവോ? നരകത്തിലല്ല. അവരൊക്കെ സ്വർഗത്തിലാ. അവരിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട പലരും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അവർ നരകത്തിൽ നിന്ന് അവരുടെ ശരീരത്തെ സംരക്ഷിച്ചു. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ നാവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാം. നമ്മളെ നാവുകൊണ്ട് വർത്താനം പറഞ്ഞ് നമ്മളെന്താക്കണ്ട, നമ്മളെ കേടിരുത്തണ്ട. നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, ഇത് കക്ഷിയായി പ്രശ്നമാക്കി ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ഒരു രീതിയല്ല, സ്വഭാവമല്ല. അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇസ്ലാം യഥാർത്ഥത്തിൽ ഇസ്ലാമിക ശരീഅത്തിലെ സിവിൽ നിയമമനുസരിച്ച് ചില നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകളുടെ തെറ്റുകൾ നമുക്ക് പറയാം, ഉന്നയിക്കാം, പരാമർശിക്കാം, കംപ്ലൈൻറ്റ് ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ അതിന് അടിസ്ഥാനപരമായി ചില നിബന്ധനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ, പരിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ. അത് ഗൗരവത്തോടു കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു സംഭവം ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഒരു സംഭവം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല വലാ അഅലമുഹു ഇല്ലാ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നല്ലാതെ ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ അദ്ദേഹം പറയാൻ കാരണം ഈ സംഭവം ഈസാ നബിയുമായി ബന്ധപ്പെട്ടതാണ്, വേറെ സ്ഥലത്തു നിന്ന് കേൾക്കേണ്ടതായിരുന്നു എന്നതുകൊണ്ടാണ്. ഖാല, അദ്ദേഹം പറയുകയാണ്, നബി പറഞ്ഞതാ, റഅ ഈസ അലൈഹിസ്സലാമു റജുലൻ യസ്രിഖ്. ഈസാ അലൈഹിസ്സലാം ഒരാൾ കളവ് നടത്തുന്നത് കണ്ടു. ഒരാൾ കളവ് നടത്തുന്ന ഈസാ നബി കണ്ടു. ഫഖാല ലഹു. അപ്പം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഇയാൾ ഈസാ നബി കണ്ടപ്പോൾ ഈസാ നബി അദ്ദേഹത്തോട് ചോദിച്ചു, യാ ഫുലാൻ അസറഖ്ത്, എടാ നീ കളവ് നടത്തിയില്ലേ എന്ന് ചോദിച്ചു. ആളുകളുടെ ഇടയിൽ നിന്നാണ് സംഭാഷണം. ഖാല, ഇയാൾ പറഞ്ഞു, ലാ വല്ലാഹി മാ സറഖ്ത്, ഇല്ല അള്ളാണ് സത്യം, ഞാൻ കളവ് നടത്തിയിട്ടില്ല. ഈസാ നബി കണ്ടതാ, അതിനെക്കുറിച്ച് അയാൾ പറഞ്ഞ അള്ളാണ് സത്യം, ഞാൻ കളവ് നടത്തിയിട്ടില്ല. ഖാല, ഈസാ നബിയുടെ മറുപടി, ആമൻതു ബില്ലാഹ് വകദബ്തു ബസരി. ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, എൻ്റെ കണ്ണിനെ ഞാൻ കളവാക്കുന്നു. എന്താ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഈ മനുഷ്യൻ ഈസാ നബിയിൽ വിശ്വസിച്ച ഈ മനുഷ്യൻ മുസ്ലിമാണല്ലോ, ആ മനുഷ്യൻ പറഞ്ഞു വല്ലാഹി എന്ന് പറഞ്ഞു. എന്താ വല്ലാഹി എന്ന് പറഞ്ഞാൽ? എവിടെയാണ് വല്ലാഹി പറയേണ്ടത് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ അറബികളുടെ അടിയിൽ ജീവിച്ചുകൊണ്ട് എല്ലായിടത്തും എന്തായിട്ടുണ്ട്? വല്ലാഹി ആയിട്ട്. വല്ലാഹി പറയേണ്ടത് നിഷേധിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്താണ് എന്ത്? വല്ലാഹി. അള്ളാഹ് കൃത്യമായി പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ലാ തജഅലുല്ലാഹ ഉർളതൻ ലിഐമാനിക്കും, അള്ളാഹുവിനെ നിങ്ങളുടെ സത്യങ്ങൾക്കുള്ള നാട്ടയാക്കരുത്. നാട്ടാന്ന് പറഞ്ഞാൽ, ഉർളത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാരെ പോയി ഇങ്ങനെ എറിയല്ലേ, എൻ്റെ ഉന്നം ശരിയാണോ നോക്കാൻ വേണ്ടി. പണ്ടൊക്കെ ഇപ്പം അമ്പടപ്പം, ഈ അമ്പും ഇതൊക്കെ പഠിക്കുന്ന തോക്കൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഒരു കുറ്റി ഉണ്ടാവും. ആ കുറ്റി ഉന്നം വെച്ചാണ് എന്ത് ചെയ്യുക? വെക്കുക. അതാണ് എന്ത് ഉർളത്ത്.
അള്ളാഹ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇങ്ങനെയൊക്കെ സത്യം ചെയ്യാനുള്ള ഒരു സാധനമല്ല, അത് ചെയ്യരുത്, നമുക്ക് പാടില്ല. നമ്മൾ സത്യം ചെയ്യേണ്ടത് നിഷേധിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്തെ എന്തുള്ളൂ സത്യം. ഒരു മുസ്ലിമായ മനുഷ്യൻ വല്ലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തൽക്കാലം അവിടെ എന്താകണം, മൗനം പാലിക്കണം. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ മഹത്വം കൊണ്ടാണ്. ഇയാൾ ഇപ്പം ഈസാ നബി കണ്ടിട്ടുണ്ട്, ഇയാൾ എന്താക്കി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം ഉദ്ധരിച്ചിട്ട് അദ്ദേഹം മനോഹരമായ ഒരു കവിത പറയുന്നുണ്ട്. ഈ ഇമാം ഷാഫിയുടെ ദീവാനിൽ ആ കവിതയുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ സംഭവം ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്നു, തഅമ്മദ്നി ബിനുസ്ഹിക ഫിൻഫിറാദി വജന്നിബ്നി നസീഹതു ഫിൽ ജമാഅ. ഈ മനുഷ്യൻ ഇമാം ഷാഫി ഭാവനയിൽ കാണാണ് ഈസാ നബി പറഞ്ഞ ഈ മനുഷ്യൻ സംസാരിക്കുന്നതായിട്ട്. അദ്ദേഹം പറയാണ്, തഅമ്മദ്നി ബിനുസ്ഹിക ഫിൻഫിറാദി, അല്ലയോ ബഹുമാനപ്പെട്ടവരെ, താങ്കൾ എന്നെ ഉപദേശിക്കേണ്ടത് ഞാൻ ഒറ്റക്കാവുമ്പോഴാണ്. എന്നെ ഒറ്റക്കാക്കി നിങ്ങൾ ഉപദേശിക്കണം. വജന്നിബ്നി നസീഹതു ഫിൽ ജമാഅ, സമൂഹത്തിനിടയിൽ ആൾക്കാരുടെ ഇടയിലിട്ട് നിങ്ങൾ എന്നെ എന്താക്കരുത്, ഉപദേശിക്കരുത്, അതിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കണം. ഫഇന്ന النُّصْحَ بَيْنَ النَّاسِ نَوْعٌ مِنَ التَّوْبِيخِ لَا أَرْضَى اسْتِمَاعًا. കാരണം ജനങ്ങൾക്കിടയിലുള്ള ഉപദേശം എന്ന് പറഞ്ഞാൽ ഒരു തരം വഷളാക്കലാണ്. ലാ അർദ ഇസ്തിമാഅ, അത് കേൾക്കാൻ എനിക്കിഷ്ടമല്ല. ആർക്കും ഇഷ്ടമല്ലല്ലോ, എല്ലാവരും കഥ തന്നെ അതിലിട്ട്. അതുകൊണ്ട് വഇൻ ഖാലഫ്തനി വഅസൈത ഖൗലി ഫലാ തജ്സഅ ഇദാ ലം തുഅത താഅ. താങ്കൾക്ക് ഞാൻ താങ്കളുടെ വാക്കനുസരിച്ചില്ല എന്ന് തോന്നിയാൽ, അങ്ങനെ തോന്നും നമുക്ക്, അല്ലെങ്കിൽ എന്നെ അംഗീകരിച്ചില്ല എന്ന് തോന്നിയാൽ നിങ്ങൾക്കതിൽ പ്രയാസം തോന്നരുത്. കാരണം നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ വെച്ച് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്ത് വല്ലാഹി മാ സറഖ്തു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് എന്നർത്ഥം. മനുഷ്യൻ ആരായിരിക്കണം അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മനുഷ്യൻ മറ്റുള്ളവരുടെ ന്യൂനതകളിൽ വ്യാപൃതനാകുക എന്നത് യഥാർത്ഥത്തിൽ ആരാണോ അതിൽ വ്യാപൃതനാകുന്നത് അവൻ്റെ ന്യൂനതകൾ പുറത്തു വരാനുള്ള കൃത്യമായ കാരണമാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കില്ല. സലഫ് സാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്ന അതാണ്, ഒരു മനുഷ്യനും ജനങ്ങളുടെ ഐബുകളിൽ വ്യാപൃതനാകരുത്. ഓരോ ഐബ് കണ്ടെത്തുക, ഇവരെ ന്യൂനത കണ്ടെത്തുക, അത് സബബുൻ ഫീ ഫദ്ഹി ഹുയൂബിൽ മുഷ്തഗിൽ. ആരാണോ ഈ ഒരു ഐബ് ന്യൂനത കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് അവന്റെ ന്യൂനതകൾ പുറത്തു വരാനും അവൻ അവഹേളന വിധേയമാകാനും അത് കാരണമാകും. വസ്സുകൂതു അൻ ഉയൂബിന്നാസ്, ജനങ്ങളുടെ ന്യൂനതകളെ കുറിച്ച് മൗനം അവലംബിക്കുക എന്നത് സബബുൻ ഫീ സത്രില്ലാഹി ലിൽ അബ്ദ്, അടിമക്ക് അള്ളാഹു മറച്ചു കൊടുക്കാനുള്ള കാരണമാണ്. നമുക്ക് അള്ളാഹ് മറച്ചു തരാനുള്ള കാരണമാണ് നമ്മൾ എന്ത് ചെയ്താൽ മറ്റുള്ളവർ മറച്ചു വെച്ചാൽ. വമൻ നളറ ലിഉയൂബി നഫ്സിഹി, അത് വലിയൊരു ഉപദേശമാണ്. വമൻ നളറ ലിഉയൂബി നഫ്സിഹി ശഗലതു അൻ ഉയൂബിന്നാസ്, ഒരാൾ തൻ്റെ സ്വന്തം ന്യൂനതകളിലേക്ക് നോക്കിയാൽ മറ്റുള്ളവരുടെ ന്യൂനതകളെക്കുറിച്ച് അവന് പറയേണ്ടി വരുമോ? പറയേണ്ടി വരില്ല. കാരണം നമുക്ക് തന്നെ ഉണ്ടാവും ഇഷ്ടം പോലെ. അതാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, യബ്സുറു അഹദുകുമുൽ ഖദാ ഫീ ഐനി അഖീഹി വയൻസൽ ജസഉ ഫീ ഐനിഹി. ഇത് ഹദീസാ, ഒരു ആപ്തവാക്യമായിട്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. യബ്സുറു അഹദുകുമുൽ ഖദാ ഫീ ഐനി അഖീഹി, തൻ്റെ സ്നേഹിതന്റെ കണ്ണിലുള്ള ചെറിയ കരട് ഒരാൾ കാണും. വയൻസൽ ജസഉ ഫീ ഐനിഹി, സ്വന്തം കണ്ണിലുള്ള വലിയ മരത്തിന്റെ മുട്ടി കാണൂല. അവിടെയാണ് മനുഷ്യനുള്ളത്. സഹീഹുൽ ജാമിഅയിൽ ഉദ്ധരിച്ച ഹദീസ. നമ്മൾ സാധാരണ ഒരു ആപ്തവാക്യം എന്നാ വിചാരിക്കലല്ല, വളരെ ഗൗരവമുള്ളതാണ് വിഷയം. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മുടെ രീതി അതായിരിക്കണം, നമ്മൾ അങ്ങനെ ആയിരിക്കണം. മുസ്ലിമീങ്ങൾക്കുണ്ടായിരിക്കേണ്ട പൊതു സ്വഭാവം ഇതായിരിക്കണം. അപ്പോഴേ നമ്മുടെ ഒരു ഒരുമിച്ച് കൂടലിനും ജമാഅത്ത് എന്ന് പറയുന്ന ഒരു അർത്ഥമുള്ളൂ. അതാണ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ.
ഈ രൂപത്തിലുള്ള ഒരു സ്വഭാവമാണ് ജമാഅത്തിന് ഉണ്ടാകേണ്ടത് എന്നർത്ഥം. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി സൂചിപ്പിക്കുകയും പറയുകയും ചെയ്ത ഒരു രംഗമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇദാ ശിഅത അൻ തഹ്യാ സലീമൻ മിനൽ അദാ വദീനുക മഗ്ഫൂറൻ വഇർളുക സയ്യിനു. മനുഷ്യനെ ഉപദേശിക്കുക, അല്ലയോ മനുഷ്യ, നീ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും സുരക്ഷിതമായി ജീവിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊക്കെ വിചാരിക്കണം, വദീനുക മഗ്ഫൂറൻ വഇർളുക സയ്യിനു, നിന്റെ ദീനിനെ സംരക്ഷിച്ചുകൊണ്ട് നിന്റെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, فلا ينتقن منك اللسان بسوءة فكلك سوءات وللناس أعين. നീ എന്താ ചെയ്യേണ്ടത്? നിന്റെ നാവ് ഒരിക്കലും فلا ينتقن منك اللسان, നിന്റെ നാവ് വർത്തമാനം പറയരുത്, بسوءة, മറ്റുള്ളവരുടെ സൗഅത്ത് മറച്ചുവെക്കാൻ അവരാഗ്രഹിക്കുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് അത് നീ പറയരുത്. അങ്ങനെ പറഞ്ഞാലോ ഫകുല്ലൂക സൗആത്തുൻ വലിന്നാസി അഅ്യുനു, നീ മനസ്സിലാക്കണം, നിന്റെ അടുത്തുള്ള മുഴുവൻ അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമാണ്. ജനങ്ങൾക്കൊക്കെ കണ്ണുണ്ട് എന്ന് നീ കരുതിക്കൊള്ളേണ്ടി ചെയ്യുന്നു. ജനങ്ങളുടെ കണ്ണുകൊണ്ട് നീ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത് അവർ കാണും. അതൊരു വല്ലാത്ത വിഷയമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്. എന്നിട്ട് അദ്ദേഹം കണ്ണിനോട് പറയാം, വഅൈനുക ഇൻ അബ്ദത് ഇലൈക മആയിബൻ ഫസുൻഹാ വഖുൽ യാ ഐനു ലിന്നാസി അഅ്യുനു. വഅൈനുക ഇൻ അബ്ദത് ഇലൈക മആയിബ, നിന്റെ കണ്ണ് മറ്റുള്ളവരുടെ അയ്ബ് മുഴുവൻ നിനക്ക് ഇങ്ങനെ കാണിച്ചു തന്നാൽ, ഹൈ കണ്ടോ, ഇങ്ങോട്ട് നോക്ക് ഇങ്ങനെ കാണിച്ചു തന്നാൽ, ഫസുൻഹാ, നീ ശ്രദ്ധിച്ചോ, വഖുൽ, നീ പറഞ്ഞോ, യാ ഐൻ, എന്റെ കണ്ണേ, ലിന്നാസി അഅ്യുനു, ജനങ്ങൾക്കും കണ്ണുണ്ട് ട്ടോ, ജനങ്ങളുണ്ടാവും, അവരുടെ കണ്ണുകൊണ്ട് നോക്കും എന്ന് നീ പറഞ്ഞോ. അതുകൊണ്ട് ഗൗരവത്തോടു കൂടിയായിരിക്കണം ഈ വിഷയത്തെ കാണേണ്ടത് എന്നർത്ഥം. ശരി, ഇനി നമ്മൾ ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ മറച്ചു വെക്കേണ്ടതില്ലാത്ത ഒരുപാട് തെറ്റുകളുണ്ട്. അതെങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം, അത് പണ്ഡിതന്മാർ ഈ ഹദീസുകളെയൊക്കെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നു. ഇമാം തുർമുദിക്ക് തുഹ്ഫത്തുൽ അഹ്വദി എന്ന ശറഹ് എഴുതിയ മുബാറക് ഫൂരി അദ്ദേഹം പറയുന്നു, മഹാപണ്ഡിതന, ഇന്ത്യക്കാരനായിരുന്നു, മഹാപണ്ഡിതന. ഈ സഹീഹ് തുർമുദി ബുഖാരിയും മുസ്ലിമും കഴിഞ്ഞാൽ അടുത്ത കിതാബാണ്. അതിന് ശറഹ് എഴുതിയത് മുബാറക് ഫൂരി, തുഹ്ഫത്തുൽ അഹ്വദി എന്ന് പറഞ്ഞ പ്രധാന ശറഹ. അദ്ദേഹം പറയുന്നു, വഅമ്മ അസ്സത്റുൽ മൻദൂബു ഇലൈഹി ഫൽമുറാദു ബിഹി അസ്സത്റു അലാ ദവിൽ ഹൈആതി വനഹ്വിഹിം മിമ്മൻ ലൈസ ഹുവ മഅറൂഫുൻ ബിൽ അദാ വൽ ഫസാദ്. മറച്ചുവെക്കൽ ഐച്ഛികമായ നല്ലതായ തെറ്റുകൾ, അതാരുടെ തെറ്റുകളാ? ഫൽമുറാദു ബിഹി, അതുകൊണ്ടുള്ള ഉദ്ദേശം അസ്സത്റു അലാ ദവിൽ ഹൈആതി വനഹ്വിഹിം, ഭരണാധികാരികളോ സമൂഹത്തിലെ നേതൃത്വത്തിലുള്ളവരോ അങ്ങനെയുള്ളവരുടെ തെറ്റുകളാണ്. അപ്പം സമൂഹത്തിലെ നേതാക്കന്മാരൊന്നും തെറ്റ് ചെയ്താൽ പറയാൻ പാടില്ല എന്നാ അല്ല. മിമ്മൻ ലൈസ ഹുവ മഅറൂഫൻ ബിൽ അദാ വൽ ഫസാദ്, അവൻ ഇത്തരം തെറ്റുകളുടെയോ കുഴപ്പങ്ങളുടെയോ പേരിൽ അറിയപ്പെടുന്ന ആളല്ലെങ്കിൽ, എന്ന് വെച്ചാൽ ഇടക്കൊരു തെറ്റാർക്കും എന്താ, ഇയാൾ ഭയങ്കര ഇതിന്റെ ഒരു സ്ഥിരം കൈക്കൂലിക്കാരനാണ് ഇന്നാള് എന്ന് വെക്കുക, ശരിയല്ലേ? മറച്ചു വെക്കണം എന്നല്ല, അയാൾ മാപ്പിളയാണ്, മുസ്ലിമാ നിൽക്കുക, പേരുകൊണ്ട് മറച്ചു വെക്കണം എന്നല്ലേ പറഞ്ഞ്? അല്ല, അത് മറച്ചു വെക്കാൻ പറ്റില്ല. അത് മറച്ചു വെച്ചാൽ എന്താവും? ഫസാദ് ഉണ്ടാവും. ഇനി കേട്ടോ, ഫഅമ്മൽ മഅറൂഫു ബിദാലിക്, ഇങ്ങനെ അറിയപ്പെടുന്ന ഒരാൾ ഫയുസ്തഹബ്ബു അല്ലാ യസ്തുറ അലൈഹി, അവൻ്റേത് മറച്ചു വെക്കാതിരിക്കുന്നതാണ് ഉത്തമം. അവൻ്റെ മറച്ചു വെച്ചാൽ പ്രശ്നമാണ്. ബൽ, മറച്ചു വെക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, യർഫഉ ഖദിയതഹു ഇലാ വലിയിൽ അംർ, അവന്റെ വിഷയം ഭരണാധികാരിയിലേക്ക് ഉയർത്തണം. ഭരണാധികാരിക്ക് എന്ന് വെച്ചാൽ എവിടെത്തണം? കോടതിയിലെത്തണം, കേസാകണം, പ്രശ്നമാകണം എന്ന്.
അത് വളരെ ഗൗരവമുള്ളതാണ്. എന്തുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചു, ഇവൻ്റെത് മറച്ചു വച്ചാൽ വീണ്ടും ഇത്തരത്തിലുള്ള കുഴപ്പവും ഫസാദും ഉണ്ടാക്കാൻ അവന് കൊതി തോന്നും. കുഴപ്പമൊന്നുമില്ല, കുറച്ച് വാങ്ങിയിട്ട് ആരും അറിഞ്ഞിട്ടില്ല, അപ്പൊ പിന്നെയും വാങ്ങാന്ന് വിചാരിക്കും. കൈക്കൂലി കുറച്ചൊക്കെ വാങ്ങി ആരും അറിഞ്ഞില്ല, അറിഞ്ഞവരും മിണ്ടിയില്ല, സാരല്ല എന്നൊക്കെ പറഞ്ഞ അങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞാൽ എന്താവും, ഇവനിത് വീണ്ടും ചെയ്യാൻ ആഗ്രഹമുണ്ടാകും. ഹുറുമത്തുകൾ, പവിത്രമായി സംരക്ഷിക്കേണ്ട പലതും പിച്ചു ചീന്തുന്ന അവസ്ഥ വരും. മാത്രമല്ല ഇവനെപ്പോലെ മറ്റുള്ളവർക്ക് ഇത് ചെയ്യാൻ ധൈര്യം വരികയും ചെയ്യും. വേറെ ആൾക്കാർക്ക് ഇതേമാതിരി വേറെ ഓഫീസർമാരുണ്ടാവും, ഓൽക്കും തോന്നും തരക്കേടില്ല, മൂപ്പരെ പേരൊക്കെ കണ്ടില്ലേ, മൂപ്പര് അപ്പം നമുക്കും വാങ്ങാം എന്ന് തോന്നും. അപ്പം അതുകൊണ്ട് പറ്റൂല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഹാദാ കുല്ലുഹു ഫീ സിത്രി മഅസിയത്തിൻ വഖഅത് വൻഖളത് അമ്മാ മഅസിയത്തുൻ റആഹു അലൈഹാ വഹുവ ബഅദ് മുതലബ്ബിസുൻ ബിഹാ ഫതജിബുൽ മുബാദറതു ബിൻകാരിഹാ അലൈഹി. മറച്ചുവെക്കണം എന്ന് പറഞ്ഞ തെറ്റ് ഒരാളുടെ നിന്ന് സംഭവിച്ചു പോയി, ഒരിക്കൽ സംഭവിച്ചു പോയി, അത് കഴിഞ്ഞു, അതിനി വേറെ പ്രത്യാഘാതങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള തെറ്റാണ് എന്താക്കേണ്ടത്, മറച്ചു വെക്കേണ്ടത്. എന്നാൽ ഒരാളുടെ തെറ്റ് അയാൾ കാണുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് കാണുന്നു, അയാൾ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഫതജിബുൽ മുബാദറതു ബിൻകാരിഹാ അലൈഹി, അതിനെ എതിർക്കാൻ മുമ്പോട്ട് വരൽ നിർബന്ധമാകുന്നു. വമൻഉഹു മിൻഹാ, അവനെ അതിൽ നിന്ന് തടയാൻ ശ്രമിക്കലും അലാ മൻ ഖദറ അലാ ദാലിക്, കഴിയുന്ന രൂപത്തിൽ. വലാ യഹില്ലു തഅഖീറുഹാ, അതിനെ പിന്തിക്കുക എന്നത് അനുവദനീയമല്ല. മനസ്സിലായല്ലോ വിഷയം? അതാണ് ഇസ്ലാമിൻ്റെ നിയമം. അപ്പം വളരെ ചുരുക്കി പറഞ്ഞാൽ, പൊതുസമൂഹത്തിന് ദോഷകരമാകുന്ന രൂപത്തിൽ ഒരാളുടെ അബദ്ധങ്ങളോ ന്യൂനതകളോ മാറുമെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല. പക്ഷേ ഇതെന്താക്കരുത്, അല്ലാത്തതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു സന്ദർഭമോ അവസരമോ ആക്കരുത്. ഇത് പൊതു സമൂഹത്തെക്കുറിച്ച് പറയേണ്ട കാര്യമാണ്. ഒരൊറ്റ സമയത്ത് സംഭവിച്ചു നിൽക്കുക, ഒരാൾ ഒരു സമയത്ത് നമുക്ക് പറ്റൂല, പാടില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു സമൂഹത്തിൽ ജീവിക്കുക അങ്ങനെയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് നടന്ന ഒരു സംഭവം അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. അന്നഹു ഹറസ മഅ ഉമർ ബിൻ ഖത്താബ് ലൈലത്തൻ അൽ മദീന. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറയാണ്, അദ്ദേഹം ഉമറിൻ്റെ കൂടെ ഒരു രാത്രിയിൽ മദീനയിൽ ഇങ്ങനെ രാത്രി മൂപ്പരിങ്ങനെ ഉമർ ബിൻ ഖത്താബ് ഇങ്ങനെ രാത്രി ഉറക്കൊഴിച്ച് നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് കൂടെ നടക്കുകയാണ്. ഫബൈനമാഹും യംഷൂൻ ഇദ് റഔ സിറാജൻ മുത്തഖിദൻ ഫീ ബൈത്ത്. അവരിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറേ ദൂരെ ഒരു വീട്ടിൽ വിളക്ക് കത്തുന്നത് കണ്ട്. വിളക്ക് കത്താൻ പാടില്ലാത്ത സമയമാണ്, നട്ടപ്പാതിരാണ്. ഫൻതലഖു യഉമ്മുനഹു, അവരാ വീടും ലക്ഷ്യം വെച്ച് നടന്നു. ഫലമ്മാ ദനൂ മിൻഹു ഇദൻ ബാബുൻ മുജാഫുൻ അലാ ഖൗമിൻ. ആ വീട്ടിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ വീട്ടിൻ്റെ വാതിൽ അടച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഫീ അസ്വാത്തുൻ ആലിയത്തുൻ വലഅത്തുൻ, ഭയങ്കര ഒച്ചണ്ട്, മോശമായ ഒരുപാട് ശബ്ദങ്ങളുണ്ട് അവിടെ. ഫഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഅഖദ ബിയദി അബ്ദുറഹ്മാൻ ബിൻ ഔഫ്. അബ്ദുറഹ്മാൻ ഔഫിൻ്റെ കൈ പിടിച്ചിട്ട് ഉമർ ചോദിച്ചു, ഹതദ്രി ബൈത്ത് മൻ ഹാദാ, ഇതാരെ വീടാന്ന് അറിയുമെന്ന് വെച്ചു. ഖാല അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് അറിയാമല്ലോ. അദ്ദേഹം പറഞ്ഞു, ഹാദാ ബൈത്തു റബീഅത്ത് ബിൻ ഉമയ്യത്ത് ബിൻ ഖലഫ്, ഇത് റബിയാൻ്റെ വീടാണ്. ഉമയ്യത്ത് ബിൻ ഖലഫിൻ്റെ മകൻ റബിയയുടെ വീടാണ്. വഹുവൽ ആൻ ശുറബുൻ. അബ്ദുറഹ്മാൻ പറഞ്ഞു, ഒരു കുടിക്കണ്, കള്ള് കുടിച്ച് ബഹളം വെക്കണേൻ്റെ ജമാ ഒന്നിച്ച് കുടിക്കണേനാണ് എന്ത് ശുറബ്, ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് കുടിക്കണം. ഫമാദ തറ, അബ്ദുറഹ്മാൻ ചോദിച്ചു, അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ, എന്താ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചു. ഖാല ഉമർ, ഉമർ പറഞ്ഞു, അറാ അൻ ഖദ് അതൈനാ മാ നഹല്ലാഹു അൻ, എനിക്ക് തോന്നുന്നത് അള്ളാഹു നിരോധിച്ച ഒരു കാര്യം നമ്മൾ ചെയ്തോന്നാണ്.
ആരാ പറഞ്ഞത്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം, അള്ള വിരോധിച്ചൊരു കാര്യം ചെയ്തോന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്താ അള്ള വിരോധിച്ച കാര്യം? വലാ തജസ്സസു, വലാ തജസ്സസു, ജാസൂസിന്റെ പണി നടത്താൻ പാടില്ല. സൂറത്ത് ഹുജറാത്തിലെ 12-ാമത്തെ ആയത്ത്. എന്ത്? ഒരാളുടെ ന്യൂനത തെരഞ്ഞ് നടന്ന് പുറത്തേക്ക് കണ്ടുപിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരിക. ഫഖദ് തജസ്സസ്നാ, നമ്മളിപ്പോൾ നടത്തിയത് ആ പണിയാണ്. ഫൻസറഫ അൻഹും വതറകഹും. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഈ സംഭവം. അവരെന്താക്കി? ഈ ഇവിടുന്ന് നടന്നു പോയി, പിരിഞ്ഞു പോയി, ഒരാക്ഷൻ എടുത്തില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് ആരാ? ഭരണാധികാരിയാണ്. എന്താ വിഷയം? ഈ ഹദീസിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്താ വിഷയം എന്ന് വെച്ചാൽ, ആദ്യത്തെ സംഭവമാണ് ആരെ വീട്ടിൽ? റബിയാൻ്റെ വീട്ടിൽ ആദ്യത്തെ സംഭവം. അപ്പം അങ്ങനെ ഒരു ആദ്യ സംഭവം ഉണ്ടായാൽ അതിന് ഭരണാധികാരി നേരിട്ട് കണ്ടിട്ട് എന്ത് പാടില്ല? ആക്ഷൻ പാടില്ല. അതാണ് ഇസ്ലാം. അതാണ് വലാ തജസ്സസു എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ രീതി അതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? എന്നാൽ പൊതു സമൂഹത്തിന് അബദ്ധമാകുന്ന രൂപത്തിൽ ഇവരിത് പ്രചരിപ്പിക്കുകയും വ്യാപകമാക്കുകയും ചെയ്താലോ അതിൻ്റെതായ നയങ്ങൾ സ്വീകരിക്കുകയും വേണം. ഇനി നമ്മൾ നേരത്തെ വിശദീകരിച്ച ഒരു ഹദീസുണ്ട്, വമൻ സത്തറ മുസ്ലിമൻ, ഒരാൾ മുസ്ലിമിനെ മറച്ചു വെച്ചാൽ എന്ന് പറഞ്ഞ ഹദീസ് നമ്മൾ വിശദീകരിച്ചല്ലോ. ആ ഹദീസിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത്, അത് ഇമാം ബുഖാരിയുടെ ഹദീസാണ്, ആ ഹദീസിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ, ഇബ്നു ഹജർ എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയുടെ ഏറ്റവും പ്രഗത്ഭമായ ഷറഹ് ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി. ഫത്ഹുൽ ബാരിയുടെ കർത്താവാണ് ആര്? ഇബ്നു ഹജർ. ഇബ്നു ഹജർ പറയുന്നു, വമൻ സത്തറ മുസ്ലിമൻ, ഒരാൾ ഒരു മുസ്ലിമിനെ മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ ഐ റആഹു അലാ ഖബീഹിൻ ഫലം യുദ്ഹിറുഹു ഐ ലിന്നാസ്. ഒരു മുസ്ലിം ഒരു മുസ്ലിം തെറ്റ് ചെയ്യുന്നതായി കണ്ടു, എന്നാൽ ഫലം യുദ്ഹിറുഹു, അതിനെ പുറത്തേക്ക് വലിച്ചു കൊണ്ടുവന്നില്ല. ഐ അഥവാ ലിന്നാസ്, ജനങ്ങളുടെ ഇടയിലേക്ക് കൊണ്ടുവന്നില്ല. അതാണ് എന്ത്? സത്തറ എന്ന് പറഞ്ഞാൽ അയാളോട് പറയാൻ പാടില്ല എന്നല്ല, ശരിക്കും മനസ്സിലാക്കും. ഒരാളൊരു തെറ്റ് ചെയ്തു എന്നാണ്, അയാളോട് പറയരുത് എന്നല്ല, അല്ലെങ്കിൽ അയാളെ നന്നാക്കാൻ വേണ്ടി പറ്റിയ അയാളുടെ വാപ്പനോടോ അല്ലെങ്കിൽ അയാളുടെ സഹോദരനോടോ സ്നേഹിതനോടോ പറഞ്ഞുവിടാന്നല്ല. എന്ത് പാടില്ല? ഫലം യുദ്ഹിറുഹു ലിന്നാസ്, ജനങ്ങളുടെ മധ്യത്തിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല? അത് കൊണ്ടുവരാൻ പാടില്ല. വലൈസ ഫീ ഹാദാ, ഈ ഹദീസിൽ ഇല്ല മാ യഖ്തളി തർക്കുൽ ഇൻകാരി അലൈഹി ഫീമാ ബൈനഹു വബൈനഹു, ഈ കണ്ട ആളും ഈ ചെയ്ത ആളും തമ്മിൽ സംസാരിച്ചുകൊണ്ട് ആ വിഷയത്തിൽ എതിർപ്പ് പ്രകടിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയോ ചെയ്യരുത് എന്ന് ഈ ഹദീസിലില്ല. ബൈനഹു വബൈനഹു, കണ്ടാളും ചെയ്താളും വല്ലാതെ എന്താക്കരുത്, ജനങ്ങളിലേക്ക് കൊണ്ടുവരുത്, അങ്ങനെ ചെയ്യരുത് എന്നതിലില്ല. അപ്പൊ അങ്ങനെ ചെയ്യണം എന്നാ സത്തറ മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണം. മനസ്സിലായില്ലേ? വയുഹ്മലുൽ അംറു ഫീ ജവാസി ഷഹാദത്തി അലൈഹി ബിദാലിക അലാ മാ ഇദാ അൻകറ അലൈഹി, എന്ന് മാത്രമല്ല ഈ ചെയ്ത പ്രവർത്തനം ഇയാൾ നിഷേധിക്കുകയാണെങ്കിൽ സാക്ഷിയെ കൊണ്ടുവരൽ പോലും പാടുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു നിൽക്കുക. സ്ഥിര ഇയാൾ പരിപാടി ഇതാണെങ്കിൽ സാക്ഷിയെ കൊണ്ടുവരാൻ പോലും പറ്റും. വനസഹഹു, അവനെ ഉപദേശിക്കണം. ഫലം യൻതഹി അൻ ഖബീഹിൻ ഫിഅലുഹു സുമ്മ ജാഹറ ബിഹി, എന്നിട്ടും അവൻ ഈ തെറ്റിൽ നിന്ന് പിൻവാങ്ങുന്നില്ലെങ്കിൽ അത് പരസ്യം ചെയ്യണം. ഇവൻ ഇങ്ങനത്തെ ആളാണ്, ഇവന്റെ അടുത്ത് ഇങ്ങനെ വിഷയങ്ങളുണ്ട് എന്ന് പറയണം. അത് നിർബന്ധമാണ്. ഫയജിബുൽ ഇൻകാറു അലൈഹി, അവനെ എതിർക്കൽ നിർബന്ധമാകുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് സത്തറ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, ജനങ്ങളുടെ ഇടയിൽ ഒരാൾ അവഹേളിക്കരുത് എന്നാണ് അതിൻ്റെ വിവക്ഷ. ഇയാളോട് വർത്താനം പറഞ്ഞുകൂടാ, സംസാരിച്ചുകൂടാ എന്നൊന്നുമല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഇനി ഇസ്ലാമിക സിവിൽ നിയമത്തിലെ 2ാമത്തെ ഭാഗം, തെറ്റുകൾ ചെയ്യുന്ന ആളുകൾ ആരുടെ തെറ്റുകൾ മറച്ചു വെക്കാതെ പുറത്തു പറയാം. 2 വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി എടുത്തു പറഞ്ഞിട്ടുണ്ട്. 2 വിഭാഗം. ഒന്നാമത്തെ വിഭാഗം അൽ ഹുദൂദു ഫഇന്നഹാ തസ്തുറു അലാ സാഹിബിഹാ വിഫ്ഖൽ ലവാബിത് മാ ലം തബ്ലുഗു സുൽത്താൻ ഫഇന്നഹാ ലാ തസ്തുറു ഹീനഇസിൻ. ഇസ്ലാമിലെ ക്രിമിനൽ ശിക്ഷ, അതാണ് ഹുദൂദ്, ഹദ്ദുകൾ. ഇപ്പം
കട്ടാൽ കൈ മുറിക്കുക, അങ്ങനെ ശിക്ഷയുണ്ട്. ഈ ശിക്ഷകളിലേക്ക് എത്തിയ ഒരു തെറ്റ് അത് ഭരണാധികാരിയുടെ അടുത്തേക്ക് എത്തിയാൽ പിന്നെ മറച്ചു വെക്കാൻ പാടില്ല. ഒരാൾ കളവ് നടത്തി നിൽക്കുക, ഭരണാധികാരിൻ്റെ അടുത്തൊന്നും എത്തിയില്ല, എന്നാ വേണമെങ്കിൽ അതെന്ത് ചെയ്യാം, അയാളോടൊന്ന് സംസാരിച്ച് ഇനി ചെയ്യരുതിട്ടോ എന്നൊക്കെ പറഞ്ഞ് അതങ്ങനെയാണ് മറിച്ച്. ഭരണാധികാരിയുടെ അടുത്തെത്തിയാലോ പിന്നെ മറച്ചു വെക്കാൻ പാടില്ല. ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അത് പുറത്തേക്ക് കൊണ്ടുവരണം, തെളിവ് വേണം, രേഖ വേണം, ശിക്ഷ നടപ്പാക്കണം. അതാണ് നമ്മൾ മായിസിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്. എന്നിട്ട് മായിസിനെ ഗൈഡ് ചെയ്ത ആളോട് നബി പറഞ്ഞ വർത്താനം ഗൗരവമുള്ളതാണല്ലോ. അപ്പോൾ അവിടേക്ക് എത്തിയാൽ പിന്നെ നിവൃത്തിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ധരിക്കുന്ന സംഭവം നിങ്ങൾക്കറിയാം. ഒരു മഖ്സൂമിയ പെണ്ണിൻ്റെ വിഷയം ഉണ്ടായത്. ഒരു മഖ്സൂമിയ ഗോത്രം എന്ന് പറഞ്ഞാൽ വലിയ ഗോത്രമായിരുന്നു ഖുറൈശികളുടെ കൂട്ടത്തിൽ. അവിടെ ഒരു പെണ്ണ് കളവ് നടത്തി. അപ്പോൾ എല്ലാവരും കൂടി യോഗം കൂടി, ആ ഗോത്രത്തിലുള്ള എല്ലാവരും യോഗം കൂടി. അവർ ചോദിച്ചു, ആരാ ഇപ്പോൾ റസൂലിൻ്റെ അടുത്തൊന്ന് പോയി ശുപാർശ പറയാൻ? അപ്പോൾ ആൾക്കാർ പറഞ്ഞു, നമ്മളെ കൂട്ടത്തിൽ ഉസാമയാണ് റസൂലായിട്ട് ഏറ്റവും അടുത്തുള്ള ബന്ധമുള്ളത്. ഉസാമ പോയി ശുപാർശ പറയും. ഉസാമയാണെങ്കിൽ റസൂലിൻ്റെ ഒരു വളർത്തുപുത്രൻ എന്ന നിലയ്ക്ക് ഇങ്ങനെ വളർന്നു വരുന്ന ഒന്നാണ്. ഉസാമ ചെന്ന് നബിൻ്റെ അടുത്ത്, നബി അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങളെ നാണം കെടുത്തരുത് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ചോദിച്ചു, അതശ്ഫഉ ഫീ ഹദ്ദിൻ മിൻ ഹുദൂദില്ലാ, എന്ത് പറ്റി കൂട്ടരെ നിങ്ങൾക്ക്? അള്ളാഹുവിൻ്റെ ഹദ്ദിൽ നിങ്ങൾ എന്നോട് ശുപാർശക്ക് വന്നിരിക്കുകയാണോ? എപ്പോഴാണെന്നറിയോ? ഈ വിഷയം ഭരണാധികാരിയുടെ അടുത്തെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നബി കൃത്യമായി പറഞ്ഞു, അള്ളാഹുവാൻ സത്യം, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ കട്ട് എന്ന് വെക്കുക, എന്നിട്ടത് ഭരണാധികാരിയുടെ അടുത്തെത്തിയാൽ ഞാൻ എന്ത് ചെയ്യും? ഇമാം അഹ്മദ് ഉദ്ധരിച്ച സംഭവമാണ്. അതിൻ്റെ വിശദീകരണത്തിൽ ഞാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ കാണാം. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അദ്ദേഹം ജഡ്ജി ആയിരിക്കുന്ന സമയത്ത് ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. തഖ്തുറു ലിഹ്യതുഹു ഖംറൻ, താടിമക്കൂടെ കള്ളൊലിപ്പിച്ചുകൊണ്ടിരണം. താടിമക്കൂടെ കള്ളൊലിപ്പിച്ചുകൊണ്ട്. ഇബ്നു മസ്ഊദ് പറഞ്ഞു, ഇന്നുഹീന അന തജസ്സുസ്, തജസ്സുസ് പാടില്ല. ഏത് ഇയാൾ കള്ളുപിടിച്ചോന്ന് തെരഞ്ഞെടുക്കേണ്ട ആവശ്യം. എന്നാൽ വലാക്കിൻ ഇൻ യദ്ഹറു ലനാ ശൈഅൻ നഖുദു ബിഹി, ഇങ്ങനെ ഒരാൾ വന്നാലോ മൂപ്പരെ ശിക്ഷിക്കണം. അതാണ് അതിൻ്റെ നിയമം. എന്നുവെച്ചാൽ അങ്ങനെ ഒലിച്ചുകൊണ്ട് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇയാൾ കുടിച്ചിരുന്ന. അപ്പോൾ കുടിച്ചാലൊരു ശിക്ഷ ഉണ്ട്, അതെന്താക്കണം? അവൻ്റെ പേരിൽ നടപ്പാക്കണം. രണ്ടാമത്തേത് അതാണ്. ഒന്നാമത്തെ മനസ്സിലായല്ലോ. ക്രിമിനൽ നിയമം അനുസരിച്ചുള്ള ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി ഭരണാധികാരിയുടെ അടുക്കലേക്ക് എത്തിയ കുറ്റവാളി, അവൻ എന്ത് ചെയ്യാൻ പാടില്ല? മറച്ചു വെക്കാൻ പാടില്ല. രണ്ടാമത്തേത് അശ്ശഖ്സുല്ലദീ യുജാഹിറു ബിൽ മഅസിയ, തെറ്റുകളെ പരസ്യമായി ചെയ്യുന്ന ഒരാൾ. അല്ലദീ യസ്തഖിഫു ബിഹുദൂദില്ലാഹി വബിന്നാസ്, അള്ളാഹുവിൻ്റെ ഹദ്ദുകളെയും ജനങ്ങളെയും ഒക്കെ കൊച്ചാക്കുന്ന ഒരാൾ. ഫലൈസ ലിഹാദ ശഖ്സി സിത്റുൻ, ഇയാൾക്ക് മറച്ചു വെക്കലില്ല. ഇയാൾ എന്ത് ചെയ്യാൻ പാടില്ല? മറച്ചു വെക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇസ്ലാം വളരെ കൃത്യമായി പറയുന്നു. കാരണം ഇയാളെ മറച്ചു വെച്ചാൽ യുൽഹിഖു ദററു ബിൽ മുജ്തമഇ ആമതൻ, സമൂഹത്തിന് മൊത്തത്തിൽ എന്തുണ്ടാവും? ദോഷമുണ്ടാകും. മനസ്സിലായില്ലേ? വമിൻ അംസിലത്തി ദാലിക, ഷെയ്ഖ് അബ്ദുള്ള ജിബ്രീൻ വിശദീകരിക്കുകയാണ് ആ ഭാഗം. അദ്ദേഹം പറയാണ്, ഇതിൻ്റെ ഉദാഹരണം എന്താ? ഉദാഹരണം മാ യത്തസിലു, ഇങ്ങനെ ഒരാൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മോശമാക്കാനും അള്ളാഹുവിനെ മോശമാക്കാനും ഒക്കെ വിചാരിച്ച് പരസ്യമായി തെറ്റുകൾ ചെയ്യുന്ന ഒരാൾ, അയാളെ മറച്ചു വെച്ചുകൂടാ. അതിൻ്റെ ഉദാഹരണമാണ് മാ യത്തസിലു ബിൻ നവാഹി അൽ അഖ്ദിയ, അഖീദയുമായി ബന്ധപ്പെട്ട വിഷയം. അഖീദ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമാണ്. അപ്പോൾ ഒരാൾ അള്ളാഹിനെ നിഷേധിക്കാൻ നിൽക്കുക, മനസ്സിലായില്ലേ? എന്ത് ചെയ്യാൻ പാടില്ല? മറച്ചു വെക്കാൻ പാടില്ല. ഭയങ്കരമായി പരസ്യമായി നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന ഒരാൾ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സിഫാത്തുകളെയോ അസ്മാകളെയോ നിഷേധിക്കുന്നു, അള്ളാഹുവിൻ്റെ കഴിവുകളെ നിഷേധിക്കുന്നു, അള്ളാഹുവിനുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് ഉണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെയെല്ലാം അഖീദയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയവും. അതാണ് ഒന്ന്. ഔ അല്ലെങ്കിൽ ഫീഹി ദററുൻ അലൽ മുസ്ലിമീന ഫീ ദീനിഹിം, മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനിൽ ഉപദ്രവമുണ്ടാക്കുന്ന വിഷയങ്ങൾ ഒരാൾ ചെയ്യുന്നു. ഉദാഹരണം പറയണ്ടല്ലോ നമുക്ക്. മുസ്ലിമീങ്ങൾക്ക് അവരുടെ ദീനിൽ ബഹുഭാര്യത്വം ഇസ്ലാം അനുവദിച്ച ഒരു സംഗതിയാണ്. ഒരാൾ മാപ്പിള എന്ന് പറഞ്ഞ് പച്ചയായി പറഞ്ഞെടുക്കുന്നു, ഇത് ശരിയല്ല, ഇത് വളരെ
അപരിഷ്കൃതമാണ്, പറ്റൂല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരു സംഗതി ഇസ്ലാമില്ല. പുതിയ ആൾക്കാർ, പുതിയ ബുദ്ധിജീവികളുടെ അങ്ങനത്തെ ആൾ. അപ്പം ഒന്നാമത്തെ സംഗതി അതാണ്, അഖീദയുമായി ബന്ധപ്പെട്ട വിഷയം. അതിൽ നമ്മൾക്ക് എന്തില്ല, മറച്ചു വെക്കാൻ ബാധ്യതയില്ല. മറച്ചു വെക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അത് വിശദീകരിക്കണം, പറഞ്ഞു കൊടുക്കണം. ഈ ഇന്ന തെറ്റുകൾ ഇയാളുടെ വിഷയത്തിലുണ്ട്, അത് തെറ്റാണ്, നമ്മൾ അതിലൂടെ പോയാൽ നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടും, നമ്മുടെ യഥാർത്ഥ വിശ്വാസത്തിൽ നമ്മൾ തെറ്റിപ്പോകും എന്ന് പറയണം. പക്ഷെ അതൊക്കെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള വിഷയം ആദ്യം പറഞ്ഞതാണ്, നമുക്ക് ആ വ്യക്തിയോടല്ല, എന്ത്, ആ വിഷയത്തോടാണ്. അയാൾ അതിന് പിന്മാറിയാലോ, നേരത്തെ പറഞ്ഞില്ലേ, ഫഹുവ അഖി, നമ്മൾ ശരിക്കും കാരണം നമ്മുടെ മനസ്സിലുള്ളത് എന്താണ്, സ്നേഹമാണ്. നമുക്ക് അയാളോട് വെറുപ്പില്ല. അതാണ് ഇസ്ലാമിന്റെ നയം. അതുകൊണ്ടാണ് ഇസ്ലാം പ്രചരിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം പ്രചരിക്കില്ല. മനസ്സിലായി? 2 സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം, രാജ്യത്തിന്റെ സുരക്ഷിതത്വം, ഇസ്ലാമിന്റെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട വിഷയം. ഇസ്ലാമിന്റെ സുരക്ഷിതത്വം തകർക്കാൻ ഒരാൾ ഭയങ്കരമായി പരിശ്രമിക്കുന്നു, നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല. രാജ്യത്തിന്റെ സുരക്ഷിതത്വം തകർക്കാൻ ഒരാൾ ശ്രമിക്കുന്നു, മറച്ചു വെക്കാൻ പാടില്ല. അതുപോലെ തെഹരീബുൽ മുഖദ്ദറാത്ത്, ഈ മയക്കുമരുന്നുകളും അതുപോലെയുള്ള സംഗതികളും നാട്ടിൽ ഒരാൾ പരസ്യമായി വ്യാപിപ്പിക്കാൻ ശ്രമം നടത്തുന്നു. അല്ലെങ്കിൽ യഥാർത്ഥ സഹറുൽ കഹാന, ഒരാൾ ഈ ജോത്സ്യവും സിഹറുമൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരാൾ. അല്ലെങ്കിൽ വമൻ അറാദ തഫ്രീഖു ബൈനൽ മുസ്ലിമീന വ തശ്തീത് കലിമതിഹിം, മുസ്ലിമീങ്ങൾക്കിടയിൽ ആവശ്യമില്ലാതെ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു സമൂഹത്തിനിടയിൽ ആവശ്യമില്ലാതെ അതും ഇതും പറഞ്ഞ് എന്താക്കുക, ഭിന്നിപ്പുണ്ടാക്കുക. ഇങ്ങനത്തെ ആളുകൾ, ഇത് ഉദാഹരണമായി പറഞ്ഞതാണ്, ഇങ്ങനത്തെ ആളുകളെ എന്ത് ചെയ്യാൻ പാടില്ല, മറച്ചു വെക്കാൻ പാടില്ല. അപ്പൊ വിഷയം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. വിഷയത്തെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. ആരെയല്ല, ആളുകളെയല്ല. ആളിന്ന് മാറി വരും, മറ്റന്ന് വേറെ ആളായിരിക്കും, നാളെ വേറെ ആളായിരിക്കും. നമുക്കറിയാലോ, നമ്മളുടെ ഈ വിശ്വാസപരമായ കാര്യങ്ങളിൽ തോന്നിയാസം പ്രചരിപ്പിക്കുന്നത് കഴിഞ്ഞ 2-3 കൊല്ലം മുമ്പുള്ള ആളല്ല, പള്ളി പുതിയ ആളാ, ഇനി അടുത്ത കൊല്ലം വേറെ ആൾ വരും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളല്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, ആളെ നമുക്ക് വിഷയമല്ല. ഓന് പേരെന്തായിക്കോട്ടെ, ഓൻ എവിടെയായിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശുദ്ധമായ അഖീദക്ക് കളങ്കം വരുത്തുക, ആ വിഷയമാണ് നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കേണ്ടത്. വിഷയത്തിൽ നിന്നാണ് നാം ആളുകൾ എന്താക്കേണ്ടത്, മാറ്റേണ്ടത്. അത് നമ്മൾ ശരിക്കും എന്താക്കണം, മനസ്സിലാക്കണം. അത് വളരെ ഗൗരവമുള്ളതാണ്. അത് മറച്ചു വെക്കാൻ നമുക്ക് പാടില്ലാത്തതാകുന്നു എന്നാണ്. ബഹസ് ബിൻ ഹക്കീം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം തൊബ്രാനി ഉദ്ധരിച്ച ഹദീസ്, അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തിരുമേനി പറഞ്ഞു, അതറൗന അൻ ദിക്രിൽ ഫാജിരി. ഈ ഹദീസിൽ ഒരു ചെറിയ ദോഫുണ്ട്, പക്ഷേ ഈ ഇസ്ലാമിന്റെ സിവിൽ നിയമം പറയുന്നിടത്തൊക്കെ ഈ ഹദീസ് തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാണ്. നബി ചോദിച്ചു, നിങ്ങൾ ഫാജിറിനെ കുറിച്ച് പറയാതെ അയാളെ സംരക്ഷിക്കുകയാണോ? നബി ചോദിച്ചു. ഉദ്കുറൂഹു ബിമാഫി, ഫാജിർ എന്ന് പറഞ്ഞാൽ തമ്മാടിത്തം ചെയ്യുന്ന തോന്നിയാസം ചെയ്യുന്ന, ഉദ്കുറൂഹു ബിമാഫി, അവനിലുള്ളത് നിങ്ങൾ പറയണം. കയ്യഅരിഫഹുന്നാസ് വയുഹദ്ദിറഹുന്നാസ്, ജനങ്ങൾ അവനെ മനസ്സിലാക്കാനും ജനങ്ങൾ അവനെ സൂക്ഷിക്കാനും അവൻ്റെ അടുത്തേക്ക് ജനങ്ങൾ പോകാതിരിക്കാനും അങ്ങനെ നിങ്ങൾ ചെയ്യണം. ഈ 2 വിഷയങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി 6 തത്വം പഠിപ്പിക്കുന്നുണ്ട്. ആരെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മറച്ചു വെക്കാം, ആരെയൊക്കെ മറച്ചു വെച്ചുകൂടാ. അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ് വെച്ചിട്ടുള്ളത് നിങ്ങളുടെ മനസ്സിൽ വേണം. എന്താണെന്ന് വെച്ചാൽ, തെറ്റുകൾ പരസ്യമാക്കാൻ പറ്റിയ 2 വിഭാഗത്തെ നമ്മൾ വിശദീകരിച്ചു, കൃത്യമായ 2 വിഭാഗത്തെ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ. ഈ സംഗതികൾ വെച്ചുകൊണ്ട് പിൽക്കാലത്ത് ഇസ്ലാമിക കർമ്മശാസ്ത്രം വിശദീകരിച്ച ആളുകൾ, ഇമാം നവവി റഹ്മത്തുള്ളാഹി എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കൃത്യമായി അതിൻ്റെ വകുപ്പുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് ആ വിഷയം ശരിക്ക് മനസ്സിലാവും. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്ലാമിൽ ഹദീസ് നിധാന ശാസ്ത്രത്തിൽ ഉസൂലുൽ ഹദീസ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അതിൽ ജുർഹ് വ തഅദീൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എന്താ വെച്ചാൽ, ഞങ്ങൾ ചില ഹദീസൊക്കെ വായിച്ച് അതിൻ്റെ അടിയിൽ കാണും, ഒരാളെ കുറിച്ച് പറഞ്ഞിട്ട് ഇന്ന ആള് വഹു വസിഖത്തുൻ, അയാൾ നല്ല വിശ്വസ്തനാണ്. അല്ലെങ്കിൽ ചില സ്ഥലത്ത് പറയും വഹുവ കദ്ദാബുൻ, അവൻ ഭയങ്കര കള്ളനാണ്. ഇത് പറയുന്ന ശാസ്ത്രമാണ് എന്ത്, ജുർഹ് വ തഅദീൽ എന്ന് പറഞ്ഞ ശാസ്ത്രം. മനസ്സിലായില്ലേ? ഈ ജുർഹ് വ തഅദീൽ യഥാർത്ഥത്തിൽ
ഇസ്ലാമിൽ ഒരാളെ പരസ്യമായി എങ്ങനെ പറയാം എന്ന് പഠിപ്പിച്ചു തരുന്ന ഒരു ശാസ്ത്രമാണ്. എത്ര പറയാം, എങ്ങനെ പറയാം, ഏതുവരെ പറയാം, ആരെയൊക്കെ പറയാം, ആർക്കൊക്കെ പറയാം, ഒക്കെ വിഷയമാണ്. എല്ലാവർക്കും ഒന്നും പറയാൻ പറ്റില്ല. ജുർഹത്ത് തഅദീലില് അഗാധമായ ഇൽമുള്ള ആലിമ്യങ്ങൾക്ക് മാത്രമേ ഇതിന് അധികാരമുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഉസൂൽ ഹദീസിന് കിതാബ് എഴുതിയിട്ടില്ല. നമ്മൾ കാണില്ല, ഉസൂൽ ഹദീസിന്റെ കിതാബും ഉസൂൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ റിജാലുൽ ഇസ്നാദിന്റെ ആളുകളെ, സനദിലുള്ള ആളുകളെ വിലയിരുത്തുകയും ചെയ്തത് പ്രത്യേകമായ ആൾക്കാരാണ്. അതും കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. അതും കൂടി മനസ്സിലായാലേ വിഷയം എന്താവുള്ളൂ, പൂർണ്ണമാകുള്ളൂ. ഇൻഷാ അള്ളാഹ് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ആഴ്ച അത് പൂർത്തിയാകുമെന്നായിരുന്നു. ഇൻഷാ അള്ളാഹ് അടുത്ത ആഴ്ച നമുക്ക് പൂർത്തിയാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ദീനിനെ കൃത്യമായി അതിൻ്റെ യഥാർത്ഥ ഉറവിടത്തിൽ നിന്ന് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പഠിക്കുന്ന ഇൽമ് നമ്മുടെ ജീവിതത്തിൽ പകർത്തി യഥാർത്ഥ മാതൃകകളായി അള്ളാഹുവിൻ്റെ അടുക്കൽ യഥാർത്ഥ പ്രതിഫലം ലഭിക്കുന്ന ഭാഗ്യവാന്മാരായി നമ്മളെല്ലാവരും ആക്കി തീർക്കുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب